ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോകണം. മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി തീരുമാനിച്ചില്ല. ഇപ്പം സമയം 4:30 പുലർച്ചെ. എന്തായാലും വണ്ടിയിലേക്ക് കയറിയിട്ട് ബാക്കി കാണാം. ഓക്കെ ഗായ്സ്, ഭയങ്കര ബ്ലോക്കാണ്. രാവിലെ എത്ര മണിയായിട്ടുള്ളൂ? ടൈം എത്ര? 7:30 ആയിട്ടുള്ളൂ. ഇപ്പോഴും കൊച്ചി ഹൈവേയിൽ ഭയങ്കര ബ്ലോക്കാണ്. ഫാരിസ് ഉണ്ട്, ഷാസിലുണ്ട്. അതിനാൽ ഹായോട് ഷാമിലല്ല. അങ്ങനെ പിന്നെ എന്താ പറയാ, നമ്മളെങ്ങോട്ടാ പോണേ? നമ്മൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പോയിട്ട് എത്ര മണിക്കൂറായി? നമ്മൾ 4 മണിക്ക് ഇറങ്ങിയാണ്. 4:30 ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതെ, ഷാസിലൊന്ന് പ്രോ ഡ്രൈവറായി. അതിൻ്റെ ഇടയിൽ വാട്സ് രാവിലെ തന്നെ ഫ്രണ്ടിലൊക്കെ ജാക്കറ്റ് ഇട്ട് കയറി ഇരുന്നിട്ട് കോട. അങ്ങനെ എന്താ അവസ്ഥ വെച്ചാൽ എവിടേക്കാ പോകേണ്ടത് ഇതുവരെ അറിയില്ല. വണ്ടി ഓട്ടിട്ട് ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു. ഒന്ന് മൂത്രയിക്കാൻ നിർത്താൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇതുവരെ നിർത്തിയിട്ടില്ല. ചായ കുടിച്ചിട്ട് തീരുമാനിക്കാം. എവിടേക്കാ പോവാന്ന് ഇവിടുന്നോ? ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ലോകം കാണുക. എവിടേക്ക് പോകണം? ഫാരിസാണ് പ്ലാൻ. റൂട്ട് ഏതൊക്കെ? പോണേ, പക്ഷെ ഇടിക്ക് മൊത്തം അടച്ചെടുത്തില്ല. പിന്നെ എവിടേക്കാ പോവാ? അവിടുന്ന് കൽവാരിമോണ്ട് പോകും. പിന്നെ രാമക്കൽമേട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പാടുന്ന അവിടെ ചെന്ന് നോക്കി നോക്കാം. അവിടെ അടച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. ഷാസിൽ പഠിക്കണ് ഫോണില്. അപ്കമിങ് ആണ്. ഗൂഗിളിലാ പഠിക്കണേ. ഓക്കെ, എന്തായാലും ഈ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. എവിടെ പോകണേലും ഇതിപ്പോൾ ഈ ബ്ലോക്കിൽ തന്നെ ഇപ്പം എത്ര നേരമായി? 15 മിനിറ്റായി ഇവിടെ ഇരിക്കണം. പക്ഷെ നമ്മളെന്ത് ചെയ്തു? ടോൾ കൊടുത്തില്ല. അതാണ് വിഷമായിരുന്നു എനിക്ക്. ഞാൻ കൊടുക്കൂല ചേട്ടനായിരുന്നു. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ അടുത്ത ബ്ലോക്ക് വരുമ്പോൾ വരാം. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരിക്കണം. സമയം 9 മണിയായില്ലേ? 9 മണിയായി. ഇപ്പോഴാണ് രാവിലെ 4:30 ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഭയങ്കര ബ്ലോക്ക് കാണുന്നുണ്ട്. ഇത് ഷാസിൽ, ഇത് ഫാരിസ്, ഇത് ഷാമിൽ, അതിനാൽ ബ്രദേഴ്സാണ് വരും. പിന്നെ ചെക്കന് സിംഗിളാണ്. ഒരു പെണ്ണില്ല. ഒരു പെണ്ണ് കിട്ടില്ല. മുതലാളിയാണ്. ഫണ്ട് ഫുൾ ഓണാണ്. ട്രിപ്പിൻ്റെ ഫണ്ട് ഫുൾ ഓണാണ്. എല്ലാവരും മസാല ദോശ പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. പൂക്കി അഭിനയിക്കണ്. ചൂടത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് 3:30 വന്നേ. അതിനെന്താ ഇട്ടിട്ടില്ലേ? ആ മസാല ദോശ കൊണ്ടു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇനി മസാല ദോശ വന്നിട്ട് കാണാം. എന്താ അപ്പോൾ ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് പായസ ഈ നേരത്തോ ഫുഡ് വരട്ടെ. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. ഷാമിൽ മസാല ദോശ, നെയ് റോസ്റ്റ്, ഇത് രണ്ടാൾക്ക് ഇതാകുന്നു. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എങ്ങനെയുള്ള ഫുഡ്? പോരാ, അല്ലാത്തിൻ്റെ വില ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 200 റുപ്യ കിട്ടി. അത്രേ ഉള്ളൂ. എങ്ങനെ ഫുഡ്? ഓ സൂപ്പർ. സൂപ്പറാ? പോരാ പോരാ. ആരെയൊക്കെ നല്ല പോലെ ദോശ സൂപ്പർ. അപ്പോൾ ഈ പോട്ടഞ്ഞൊരു 10-70 കിലോമീറ്റർ ഉണ്ട് അല്ലേ? അയം കേട്ടു. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡായി പവറായി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഷാദിലാണ്. എവിടെയാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ പുല്ലുവഴി നമ്മള് അങ്കമാലി മനോഹരമായ അശോക് ലൈനിന്റെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ആരോദേ പേര് മാറ്റി അങ്ങനെ ഇട്ടണുണ്ട്. ആര്യ പാലസ്. ചാർജർ കാണലാണ്. വ്ളോഗൊക്കെ വരും. ടൈം എടുക്കുന്നുള്ളൂ. മൂട് വേണം. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു. ചോത്ത ഇൻഡിക്കേറ്റർ. കോപ്പിറൈറ്റ് എനിക്കത് അറിയില്ല. തണുപ്പുണ്ട് അവിടേക്ക്? തുറന്നാക്കി അപ്പൊ ഓക്കെ ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹൗസിംഗ് ഇല്ല, എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. സ്ഥലം നമ്മളെങ്ങോട്ടാ പോണ്? മൂന്നാർ. നല്ല കോടമഞ്ഞും തണുപ്പൊക്കെയാണ്. ഇതെന്താ പണി? ജാക്കറ്റ് ഇടണോ? ചൂടുകൊണ്ട് ജാക്കറ്റ് ഇട. മെട്രോ എത്തി. മെട്രോ ഇൻഡസ്ട്രീസ്. മഴ പോയിട്ട് പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കട്ടെ, വീസേണ്ടി വരും. കൊറേ നേരെ ഇന്ന് റെഡാണ് പറഞ്ഞു. പോണോന്നൊക്കെ ചോദിച്ചു. ഇത് റെഡാണ്. സ്ഥലം മാറ്റി പിടിക്കണോ പോണോ? അതെ. ഇപ്പൊ നിങ്ങക്ക് വല്ല തോന്നുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഭയങ്കര മഞ്ഞ് പോലൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. കൂളിംഗ് ആണ്. നീ കൊന്നോടാ അയാളെ. പയ്യൊക്കെ ഉണ്ട്. മെല്ലെ പോ. പയ്യ ഇന്റെ നാടാണ്, ധൈര്യം ഉണ്ടെങ്കിൽ തൊടടാന്നൊക്കെ പറയണേ. വണ്ടി ഒരു പാറില്. ഇത് അങ്ങനത്തെ റോഡാണ്, ഫുൾ പാറിന റോഡാണ്. എയർ ഇന്ത്യ മറ്റേ സ്റ്റാർട്ടിങ് എടുക്കാതെ, സെൽഫ് എടുക്കാതെ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടുന്ന് പാറുണ്ടോ? ആ ക്രെറ്റ മാറിയതുണ്ടോ? നല്ല മഞ്ഞാണ് ഗൈസ്. 12 കിലോമീറ്റർ ഇടുക്കിക്കോ. അടുത്തത് ഐക്കോറ. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആവടാ. ഇത് എന്തല്ലേ ഫുള്ള് ഇങ്ങനത്തെ. മുന്നിൽ കാണാനില്ല, അപ്പുറത്ത് കാണാനില്ല.
വേറെ വണ്ടി എന്തേലും ഉണ്ടാവും അപ്പുറത്ത് നോക്കി അതെന്നെ അങ്ങനെ കാണാല്ലേ ഓവർടേക്ക് നടക്കൂല ഇതേമാതിരി വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ സൂപ്പർ സൂപ്പർ അതോക്ക് പറിച്ചാൻ പറ്റുമോ? സൈഡാക്ക് വേണ്ട വേണ്ട പിക്കോ 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 മോശമാക്കി കുറച്ചുകൊണ്ട് വരാം ഗായ്സ്. പിന്നെ പിന്നെ വരുമ്പോ കയ്യിൽ ഫുള്ള് റംബൂട്ടാൻ. അത് കുറച്ച് റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ കണ്ടാ പറഞ്ഞു നിർത്താം. ഉണ്ടാവും ഈ റോഡ് ഇങ്ങനെ ഫുള്ള് റംബൂട്ടാൻ ഇതിപ്പോ പെരകളാണ്. മോശടാ. മോശം അള്ളാന്റെ കിതാബില് ആകാതെ ഇവിടെ പറയണ്ട പൊക്കുങ്ങളെ. അത് ഇത് മറ്റേ സാധനം അല്ലേ മറ്റേ സാധനം അതാരാ എടുക്ക്? ആ ഷോട്ട് ഉണ്ടാവൂലേ? വഴി കഴിഞ്ഞോ? ഈ റോഡോ ഇടുക്കിക്കോ? എടാ നായ് പാരിസ് ഇത് പെരേക്കില് വയ്യാണ്. അഡ്വഞ്ചർ വൈബിലെ പോണത്. എടാ റോഡ് കഴിഞ്ഞിക്കുക എടുക്കട്ടിക്കണ് ഇടുക്കി തന്നെയല്ലേ സ്പെല്ലിംഗ് ഒക്കെ നോക്കി. ഇടുക്കുന്ന നാട്ടിലല്ലോ ഇടുക്കി മിടുക്കി ഏത് പഞ്ചായത്ത് റോഡാണ്? എന്തിന് നമ്മളോടി ഞമ്മളല്ല, ഞങ്ങള് വണ്ടി ഓടിക്കണുള്ളൂ. ഞങ്ങള് വണ്ടി ഓടിക്കണുള്ളൂ. ഇതാണ് വൺ വേണോ? എങ്ങട്ടാണോ പോണ്? ഈ റൈറ്റ് ലെഫ്റ്റ് ഇനി ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞ ചവിട്ടി. ഇനി ലെഫ്റ്റോ? മൂന്നാർ അടിമാലി മൂന്നുകൽ കൂടെ പോയാലൊന്നും ആയി അങ്ങോട്ട് തന്നെ കേറി. ലെഫ്റ്റോ ഇടുക്കി ട്രോളാണ് ഞങ്ങള്. ഏതൊരു റൈഡർ വരുന്നോണ്ട് ചോദിക്കണോ? ഇത് അമ്പലത്തിന്റെ റോഡാട്ടോ. ഡിസൈറാക്കാർത്തൊക്കെ വേണേ ചോദിച്ചോ ക്ലാസ് ആക്കിയിട്ട്. ഫാരിസ് ഉണ്ടാകുമ്പോ ഫാരിസിനാകുമ്പോ വാങ്ങിക്കുന്നതിന് തുല്യാണ്. കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ചെലപ്പോ ഒരു ഊട്ടിയെത്തിയ വീലുണ്ട്. ക്ലാസ് എത്തിക്കാം. കരുവാരുണ്ടോ? ഇടുക്കി എത്തിക്കാൻ 20 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ഈ റോഡ് കൂടെ അടിച്ചിട്ട് എപ്പ എത്താനാ? ഇവൻ അന്നല്ലേ ഓന് ആതിരപ്പള്ളി പോയപ്പോഴും ഇതേപോലെ ഏതൊരു കാട്ടുകൂടെ കൊണ്ടുപോയിക്കണേ. പഠിച്ചു പഠിച്ച് നല്ല റോഡ് കൂടെ വന്നില്ലേ? അതിന് അത് ആ വഴിയുള്ളേ. അതേമാതിരി പിന്നെ ഒരു ഉണ്ടാവേ കോപ്പി റൈറ്റ്. ഇതെങ്ങനെ ഓഫാക്കുക? ഓഫാക്കടാ. ഇല്ല ഇടുക്കിക്ക് എത്തിച്ചേരും. ബാക്കി ഇടുക്കിക്ക് ആകെ 38 കിലോമീറ്റർ ഉള്ളു കാണിക്കണേ.
ഇതേ പോയിട്ട് ഇടുക്കിക്കണ്ട് എടുക്കുക 1 മണിക്കൂർ കഴിയുന്നില്ല. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് 1 മണിക്കൂറാട്ടോ നിങ്ങൾക്ക്. ചേച്ചിനോട് ചോദിച്ചോ, ചേച്ചി ഇടുക്കിന്ന് ചേച്ചി അറിയുന്നത് നേരെ പോയ ശ്രീലങ്ക എത്തിയിടുന്ന ആൾട്ടോക്കാരെ എ സി ഒക്കെ ഓണാക്കിട്ട് വരേ വിടല്ല. കുട്ടി ആ ചേച്ചി അറിയണ്ട എന്താ ഷിഫ്റ്റ് ഒക്കെ നമ്മളെ നാട്ടിൽ കൂടെ. അയ്യോ കിടു പ്ലേസ്. പിന്നെന്താ ഫോറസ്റ്റ് അടിപൊളിയാണ് നിങ്ങൾ വിചാരിക്കണത്. ഫോറസ്റ്റ് മുഴുവൻ കാടുകളാണല്ലോ. നമ്മൾ ചൊരൊന്നും കേറുന്നില്ലേ? എടാ ഇയാള് വേറെ എങ്ങോട്ടോ കൊണ്ടുപോട്ടോ. എനിക്കറിയില്ല ഷോർട്ട് വഴി. ഇത് പണ്ട് ഫാരിസും ബ്രിട്ടൻ. പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ ഇട്ട മാപ്പിനുണ്ടല്ലോ വേറെ എവിടേക്കും നമ്മള് പോണ വഴി കാണാനില്ല. രണ്ടാമത്തെ റോഡില്ല. ആ കൊച്ചു റോഡുള്ളൂ. ഇല്ല അപ്പൊ ഇങ്ങോട്ട് തന്നെ പോണം. ഇങ്ങനെ പോയാ റേഞ്ച് ഇപ്പൊ പോട്ടോ. അയ്യോ റേഞ്ച് പോയി തുടങ്ങിക്കോളൂ. BSNL ഇപ്പൊ കണ്ടു രണ്ടാമത്തെ റോഡ് കണ്ടു. ഓഫ്ലൈൻ മാപ്പ് ഉണ്ടായിരുന്നേലും ഡൗൺലോഡ് അല്ല ഓഫ്ലൈൻ മാപ്പ് റേഞ്ച് പോയോ പോയി ജിയോ അവിടെ പോവും. എന്നാ തീരുമാനായി. അങ്ങനെ ഓഫ്ലൈൻ മാപ്പ് എവിടുന്നേലൊക്കെ ഡൗൺലോഡ് ചെയ്താൽ കുട്ട അതാണ് ഇടുക്കി. പമ്പൊക്കെ ഉണ്ടാവോ ഈ വീട്ടിൽ വഴിയാണ്. മലൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നിങ്ങൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ തരുവച്ചാലും ബ്ലോഗർമാരാണ്. എന്താ ബ്ലോഗർമാരാണ്. ഞങ്ങള് റംബൂട്ടാനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വന്നാണ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നത്. ഇന്നലെ വയനാട് ഇരുന്നിട്ട് ഇതിന്റെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്, കാണിച്ചു കൊടുക്കാം. വയനാട്ടിലത്തെ റംബൂട്ടാൻ തിന്നു. അതുപോലത്തെ കുരുമ പൊടിക്കണില്ല. നിങ്ങളെങ്ങനെയാണ് നമുക്ക് നോക്കണം. ഒരു 5 കിലോ എടുത്തിട്ട് വണ്ടിയിലേക്ക് എല്ലാ വീടും ഒരേ വൈബ് കിട്ടും. ഒരേ കിലോമീറ്റർ ആൾക്കാരെ ഇൻഡിക്കേറ്റർ കയ്യിൽ ഒപ്പട്ടിട്ട് രാവിലെ ഒരു ഹെഡ്ലൈറ്റ്. അടുത്ത കുന്നുംപുറത്തൂടെ ഐഡിയ കോളേജിന്റെ ബാഗ് കൂടെ പോണ പോലെ പെരകളുണ്ട് തന്നെ. എല്ലാ വീട്ടിലും കാറുണ്ട്, പക്ഷെ എല്ലാരും നടന്നിട്ടാ പോണ്. മനെ കൊടുത്ത കോടീശ്വരനാ. ഡാം പറഞ്ഞിട്ട് വല്ല പിന്നെ കനാലോളം കാണിച്ചു തരുവാനൊക്കെ. ഇത് ഹൈവേ ആണ് കൊടുന്നാ പറ്റി. അതെ പക്ഷെ എവിടുന്ന വരുന്നേ വണ്ടി അവിടെയൊക്കെ 5 ആള് കൂട്ടി. നമ്മളിഞ്ഞി മേലോട്ടേക്ക് വരാനൊക്കെ പറയുന്നുണ്ട്. കേറുവരിക്കാരം 450 മീറ്റർ കഴിഞ്ഞാ മെയിൻ റോഡ്. അവസാനായില്ലേ? ഇത് ഫാരിസ് ഷോർട്ട് കട്ട് എടുത്തിട്ടാണ്. ഓ റംബൂട്ടാൻ റംബൂട്ടാൻ മോശം റബ്ബറാണല്ലേ. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. മെയിൻ റോഡ് തലയിട്ടോ കൊറേ നേരെ പരിസരത്ത് എത്തണോ. 1 മണിക്കൂർ അറിയോ? പിന്നെ നമ്മള് ആദ്യം ഏതോ കണ്ട സ്ഥലത്തേക്ക് എത്തും. ഇത് ആദ്യം വന്നോടത്ത് തന്നെ അല്ലാതെ ഇങ്ങനെ തിരിഞ്ഞിട്ട് റൈറ്റ് അല്ലേ? ഇങ്ങനെ തിരിഞ്ഞ് മറ്റോടത്ത് കൂടി തന്നെ പോയിട്ട് നല്ല രസമല്ലേ സ്ഥലം കാണാൻ? ഇല്ലല്ലോ പോരാ സൂപ്പർ സൂപ്പർ. അതൊരു വൈബില്ലട്ടോ. എന്ത് കണ്ട് 5G ആയി. ഡൗൺലോഡ് ചെയ്ത് വെച്ചോളി. എല്ലാരും ചെയ്യാന്നാ തോന്നുന്നു. 2 സിം ഉണ്ട്. 2 G. 450 മീറ്റർ പോയിക്കാൻ 2 G ആണ്. ആണ്ടോ ഒന്ന് കടയിൽ യൂസ് ചെയ്യണം. നെറ്റ് ഉണ്ടായിട്ട് സിഗ്നൽ ഉണ്ടാവും, പക്ഷെ നെറ്റ് കിട്ടൂല. 5G കാണിക്കും, പക്ഷെ അനങ്ങൂലെന്നുള്ളു. 300 ഹെഡ് പന്നിക്കോഴിയോ എന്താ സാധനം?
തൊടുപുഴ എത്തി നമ്മള്. തൊടുപുഴ ധ്യാനത്തിന് ഒരു വഴിയുണ്ട്. ജോർജ് കുട്ടി അവിടെയാണോ അതന്നെ യൂട്ടേൺ അടിച്ചായി? നിനക്ക് ഒന്ന് ഇതാക്ക് വേണ്ട ഇനി റിസ്ക് എടുക്കണ്ട, കൊറേ തിരിഞ്ഞു പോകേണ്ടി വരും. ഇവിടേക്ക് കയറ്റി മേലോട്ട് കൂടെ പോയിട്ട് അങ്ങോട്ട് എത്തി നോക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ അതാണ് കാണിച്ചു തരും. പിന്നെന്താ ഗൂഗിളിന്റെ ഭ്രാന്തോ? പിന്നെ ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മൂന്നാർ അത് ഞങ്ങൾ പോകുന്നു. ഓടണ്ട് ഒന്നുണ്ടാവില്ല വർക്കിന് പഠിക്കാൻ പോവാതെ വർക്കിന് പോവുക. ഒന്നുകൂടെ കാളിയ എന്താ വിളിച്ചതിന്? ഓ ആ പറഞ്ഞിട്ടുണ്ടാവില്ലേ 5 കിലോമീറ്റർ ഒന്നേ ഈ റോഡ് കൂടെ ഞാൻ അല്ല ആ റോഡിന്റെ വലിപ്പം ആ റോഡിന്റെ മൊത്തത്തിലാ കറല്ലേ. ഇജിന്ന് എന്തെങ്കിലും പോകുന്നത് ചോദിച്ചു വിളിച്ചണ്ടേ? വിളിച്ചണ്ടേ കുട്ടി വിളിച്ചിട്ടുണ്ട്. കുട്ടി ഞാൻ വിളിച്ചണ്ടേ? ഓക്കെ സോറി. സൊള്ളിരിക്കാണ് ഗൈസ്. ഷാസില് പെണ്ണുമില്ല ഒന്നുമില്ല. അതെല്ലാരും വിചാരം. അതിനാനുണ്ട് അല്ല അതിനാനാണ് വിളിച്ചത്. പെണ്ണ് വിളിച്ചത് എന്താ ചോദിക്കണിപ്പോ? പിന്നെന്താ വരാത്ത ഇച്ച എന്താന്ന് വരാന്ന് ഇങ്ങോട്ട് അടിച്ചോ കുറച്ച്. ഇവിടെ സ്ഥലമുണ്ട്. സൈഡൊക്കെ ഇറക്കാൻ പേടിയപ്പോ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഡ്രൈവിലൊക്കെ എങ്ങോട്ടാണ് ഇത്? ഇവിടെ ഒന്നും ഇല്ലാതുകൊണ്ടുണ്ട്. ഇനി എവിടുക്കാടാ? ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ഇവിടെ. അവിടെ ഇറക്കി വിടാ നിങ്ങളെ. അത് ചൊരം കണ്ടപ്പോ ഇടുക്കിയ നമ്മൾ പറഞ്ഞിരുന്നു. അല്ല എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഫാർസ് പോയിന്ന് 10 വട്ടം പോയിന്നൊക്കെ പറഞ്ഞു. വന്നേക്കല്ലേ രാമക്കൽമേട് ട്രക്കിംഗ് ഉണ്ട്. ആർക്കൊക്കെ വിളിക്കുകയോ ചെയ്തു. എന്നിട്ട് വിളിക്കണത് കടയത്ത് വായിക്കൊളിച്ചിട്ട് നമ്മൾക്ക് സമൂസ മസാല കൂടുതലിട്ടി. ഇങ്ങനെ കൊടുത്തീന് ഇങ്ങനത്തെ റോഡാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ വണ്ടി പിടിച്ച് പഠിക്കണം. ഇയാൾക്ക് കിട്ടണ റോഡൊക്കെ എങ്ങനെയല്ലേ പാരിസ? ഇങ്ങനെ റോഡ് എടുത്ത് തരും. കല്ലും മണ്ണുണ്ടോ ഈ കട? എന്നെ കൈത ചിക്കൻ റംബുട്ടുണ്ടോ ഇങ്ങോട്ടോ? ഇവിടുന്ന് കിട്ടും. മറ്റേ സാധനം ഉണ്ട് കൊക്കോ ആണെങ്കിൽ പിടിച്ചോ. ബൗദ്ധ രസം ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ തന്നാ പറ്റും. കൊക്കോന്റെ രസമുണ്ട്. ഞങ്ങളന്ന് മൂന്നാർക്ക് പോയപ്പോ അവിടുന്ന് ചെങ്ങായി പറിച്ചത്. പൈസ കൊടുത്തോ? ഞങ്ങളന്ന് ഇതിന് ട്രക്കിങ്ങിന് പോയപ്പോഴേ അതിന്റെ ഡ്രൈവറാ. നിങ്ങളെന്താണ് നല്ല രസമുണ്ട് പറഞ്ഞു. ചോക്ലേറ്റ് ചെറിയ പുളി ഉണ്ടോ? മറ്റെന്തൊക്കെ തിന്നാ മതി. കിട്ടില്ല. അതിന്റെ ഒരു പുളിയുണ്ട്. റേഷൻ ഫ്രൂട്ട് എവിടെ കിടക്കുന്നു? കൊക്ക എവിടെ കിടക്കുന്നു? മാതിരിയാണോ ചെയ്യൂ? സ്ലോ ആക്കി നമുക്ക് പുഡിങ്ങി കാല് പോവാണിതേ. പറയുന്നത് ഇവരെന്താ ഇങ്ങനെയൊക്കെ പോണതേനെ? അടക്ക് തോണ പോലെ എതിരെ വരെ വണ്ടി കാണില്ല. ഇതാ വീട്. ഇത് വൺവേ എല്ലാ വീടും ഇത് മാത്രമല്ല. ആലപ്പുഴ ആലപ്പുഴക്ക് എത്തിക്കണു. എന്ത് തമാശക്ക യൂറോപ്പും ഇതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാക്കി ഇടുക്കി ഡാം വിട്ടു പോണേ. ഇത്ര നേരോ എങ്ങട്ടാ പോണ്? ആലപ്പുഴ കാണാണ്ടായില്ലേ? മധുര കാണാണ്ട്. മധുര ആലപ്പുഴ റോഡ്. ആലപ്പുഴ മറ്റേ ഇപ്പൊ ബോട്ടിങ് ചെയ്ത് പോവാ. എല്ലാരും ഹെൽമെറ്റ് കിട്ടും. പൊന്നു മക്കളെ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇതിലൊരു വണ്ടി എന്നാ കുട്ടിങ്ങി ഓല് വരുന്ന വരവുണ്ടോ? നേരത്തെ പോയി വണ്ടിയിലൊക്കെ മാറി പോക്ക പോണ്. ലെഫ്റ്റ് നേരത്തെ മലയെങ്കിലും കണ്ടിരുന്നു. ഉറപ്പില്ല നമുക്ക്.
തീരുന്നില്ലല്ലോ. ഞങ്ങളോട് ഞങ്ങള് വണ്ടി ഓടിക്കണ്ട് ഇവിടെ മാപ്പ് നോക്കണ്ട് ഇറക്കണം. എണ്ണ ഉണ്ടെങ്കിൽ എന്താ റേഷൻ കടയിൽ നിന്ന് അടിച്ചാൽ മതി. എണ്ണ ഉണ്ടായിട്ട് പമ്പ് കൊണ്ടേ അപ്പോഴും പറഞ്ഞവനോട് ഒറ്റയ്ക്ക് ചോദിച്ചിട്ട് പോവായിരുന്നു. അപ്പൊ ദാദാ ചിക്കൻ കൈ ചിക്കൻ കുറുമ്പല മറ്റം അവനോട് വേണേ ചോദിച്ചിട്ട് പോയിക്കോ. ആവേശത്തിന് പുറത്ത് പോകണ്ട. ഇല്ലല്ല ഇതുകൂടെ തന്നെ പോയി നമ്മള്. 67 കിലോമീറ്റർ ആയി. നമുക്ക് അറിയോ ഞാൻ മാപ്പ് മറ്റേ കൂടെ 48 കിലോമീറ്റർ ഉള്ളു. 48 കിലോമീറ്റർ തീരുന്നില്ലേ? 1 മണിക്കൂർ മുന്നേ 48 തന്നെ അല്ലടാ. ആള് ചോദിച്ചേ ഇടുക്കി എങ്ങനെ ചോദിച്ചോക്കെ. ചെങ്ങായി പുലർച്ചെ 4 മണിക്ക് ഇറങ്ങിയതാ, 10 മണിയായി. ഇതുവരെ ഇടുക്കി പോയിട്ട് ഒരു തേങ്ങ ഒരിടക്കൊക്കെ കൂടി എത്തിയില്ല. ഇപ്പോൾ നമ്മള് എറണാകുളത്ത് തൃശ്ശൂരിൽ നിന്ന് തിരിക്കൂടെ എറണാകുളത്തേക്ക് തന്നെ പിന്നെ വരുന്നു. 2-3 തൊട്ടേ അങ്ങനെ വന്നു. തിരിയണ്ട് ഇതോ ഫ്രഷ് പന്നി ചോദിച്ചാ പോരെ? തീരുന്നില്ലേ? ഈ കടയിലേക്ക് ആക്കണ്ട. പുറത്ത് കയറി കണക്ക് ചോദിക്കാം ആദ്യം. ഇടുക്കി എങ്ങനെ പോവാ? ഗൂഗിൾ മാപ്പ് ഇവിടെ കൊടുന്നതാ. ശരിക്കും എങ്ങനെ പോവാ? ഏത് റൂട്ടാ പോവാ? ശരിക്കും ഏത് റൂട്ടാ പോവാ? കരിമണ്ണൂർ എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ശരി ചേട്ടാ. കഴിയണല്ലോ. എന്നാ ശരി. ഇവനെ ആതിരപ്പള്ളി പോകാറുണ്ടേ. ഓന്റെ വഴി പറഞ്ഞിട്ടോ. ഞാൻ എന്റെ വഴിക്കൊണ്ട് ആതിരപ്പള്ളി എത്തി. അല്ലെ ഞങ്ങൾ അന്ന് എത്തിയില്ല. ആടെ ഞാനാകെ പേടിച്ചേ. ഇപ്പൊ എവിടേക്കാ കൊടുത്ത് അയാള് ഇതുവരെ ഇടുക്കി കണ്ടിട്ടില്ല. ഗൂഗിൾ മാപ്പും കറക്റ്റ് ആണ്, പക്ഷെ കുറച്ച് പ്രകൃതി കേട്ടോ. അയാളാകെ ടെൻഷൻ ഇടിക്കൊന്നു ഞാൻ ആദ്യമായിട്ട് ഇടിക്കും. ഇത് കൂടെ ഇടിക്കും പോകാൻ പറ്റുമെന്നൊക്കെയാണ് അയാള്. ഏതൊരു കാടൊക്കെ എത്തിക്കോളൂ. ഇനി കുറച്ച് പോയ മണ്ണിട്ട റോഡൊക്കെ ആവട്ടോ. പിന്നെ വഴി നമ്മള് വെട്ടേണ്ടി വരും കൈക്കോട്ടൊക്കെ എടുത്തിട്ട്. ചെങ്ങായി ഇവിടെ എതിരെ വണ്ടി വരലില്ല. ആകെ ചിലപ്പോ ഇത്ര കൊല്ലത്തിന്റെ ഇടയിൽ എതിരെ വണ്ടി വന്ന നമ്മളെ കാര്യം. നല്ല വഴി. ഇങ്ങോട്ട് എത്തിയടാ അറിയില്ല. ഇപ്പൊ എന്താ ഇട്ടിക്കണോ? ഇയാള് ഇടുക്കി ഡാമൊക്കെ ഇട്ടിക്കണേ. ഇടുക്കിയായിട്ട് ഇടുക്കിക്ക് 25 കിലോമീറ്റർ ഉണ്ട്. ഇടുക്കി അടിച്ചു നോക്കി. 32 ഇതിലും എനിക്കുണ്ട്. ഇടുക്കി ഡാമെന്ന് കൽവാരി കൊണ്ട് എളുപ്പമാണ്. ഇതൊക്കെ എവിടേക്കെ കണ്ടിക്കണേ. ഫാർസിന് വണ്ടി കൊടുത്തിട്ട് നമ്മൾ ഉറങ്ങിക്കണില്ല. അവസ്ഥ
ഇതേ എവിടേക്കൊക്കെ എത്തി നമ്മള് സത്യം പറഞ്ഞ. ഹലോ മണ്ടറെ കുടുങ്ങിമാരെ മറുപടി അതിന്റെ മുമ്പ് ശരിക്കും ആദ്യം ചെന്നില്ല. ആ പറോട് വയറൊക്കെ മറക്കണോ? എണ്ണ ടാങ്ക് ഗൂഗിൾ മാപ്പ് നോക്കണം. സമാധാനം നല്ല പോട്ടെ പോട്ടെ പോട്ടെ. റെഡി ഇപ്പൊ റെഡി. ശരി ശരി അൻഷാദ് എന്ത് ഓനിക്കൊന്നും അറിയില്ലോ. അതിന്റെ തലക്കിട്ടുണ്ട ചിലപ്പോ. എല്ലാ റോഡും ടാർ ചെയ്ത് കേട്ടോ. വീടുകൾ സമാധാനം. അല്ല വീടുകൾക്ക് 60 കിലോമീറ്റർ ഇപ്പൊ 31 ശരി എന്നാ അത് ഞാൻ മാറ്റിട്ട് ഇടുക്കിട്ട് പോയി. അതുകൊണ്ടാണ് 31. ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഉണ്ടായിരുന്നു. ഈ റോഡ് എത്ര വരെ ചെന്ന് ഉണ്ടായിരുന്നു. അയ്യോ ആ കടക്കാരോട് ചോദിച്ചത് കോമഡി ആയത്. ആകെ അന്തം വിട്ടിക്ക. ആദ്യമായിട്ടാക്കാർ ചിലപ്പോ അവിടെ അല്ല ആദ്യമായിട്ടക്കാർ അവിടെ ഒരാൾ വന്നിട്ട് ഇടുക്കിയൊക്കെ ചോദിക്കണേ. ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് ഫാൻസ് നിറഞ്ഞ് വിളയാടിയിരുന്നു. ഒരു സമയമായിരുന്നു. പൂണ്ടോടെ ആടേന്ന്. എന്തായാലും എവിടെയെങ്കിലും നിർത്തിയിട്ട് വരാം. ചുരം എന്തേലും കാണട്ടെ. ഓക്കെ ബൈ ഗൈസ്. ഇടുക്കി റോഡ് കണ്ടിട്ടുണ്ട് ഏട്ടാ. ആളോട് എന്താ ചോദിച്ചാൽ നിർത്തിക്കാന്ന്. ഇടുക്കി റോഡ് കണ്ടിട്ട് പോയി റോഡ് കയറിക്കണു. ലാസ്റ്റ് ഞങ്ങളുടെ റോഡ് കണ്ടുപിടിച്ചു. ഉണർന്നിരിക്കുന്നു. പാരിസിന് ഇപ്പോഴാണ് ശ്വാസം വീണത്. ഗൂഗിൾ മാപ്പിൽ വഴി കറക്റ്റ്. ഓ പിന്നെന്താ 63 കണ്ട് 63 വഴി ഇതേമാതിരി മാറി കയറിയിട്ടാണ് നമ്മൾ ആ ജെറ്റ് പോകുന്നതിന്റെ ഇടയിൽ എവിടെ കേറാൻ. പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കണ കണക്കറിയില്ലേ മാറി വല്ലേന്നില്ലേ. അതിന്റെ ഇടയിൽ ഒരു പുലിനെ എടുത്ത് നോക്കിയല്ലേ ഇതൊക്കെ കാണുന്നേ. പിന്നെ നമ്മള് വണ്ടി തിരിക്കാൻ നിന്നില്ല. എടാ ഇടുക്കി കേറുമ്പോ ഒരു പാലം കടക്കൂല നമ്മള്. അടുത്ത പ്രാവശ്യം ആ പാലല്ലടാ മുകളിൽ ഇങ്ങനെ. നിങ്ങക്ക് മനസ്സിലായില്ല? വെള്ളച്ചാട്ടല്ലോ അല്ലടോ മറ്റേ പഴയൊരു പാലുണ്ട്. 2 പാലായിട്ട്. അതാണ് ഇടുക്കി കയറുമ്പോല്ലേ പാലം. ഇടുക്കി ബോർഡർ. എനിക്കറിയില്ല കേട്ടോ. ചുരം കേറാതെ മേലേക്കെത്തി അതാ ഞാൻ ഇതേതോ ടിപ്പു സുൽത്താൻ പണ്ട് പടവെട്ടിന്നൊക്കെ വണ്ടിക്കൊന്നും ബ്രേക്ക് ഇല്ലേ. നമ്മക്ക് വേണേ നമ്മള് പിടിക്കാം. മലവെള്ളൊക്കെ ഉണ്ട്. ഏത് മലയെന്നാണ് ഇവരോട് വെച്ചാൽ ഡെലിവറിക്കാരോട് പോലും പറഞ്ഞുതരും. വെള്ളച്ചാട്ടം 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 രാവിലെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടോ. നമ്മള് ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം കിഡിലോസ്റ്റി. വഴി തെറ്റിട്ടാണേലും ഇങ്ങനെയൊക്കെ വരണം. ഇത് തെറ്റിയതിന്റെ വിഷമൊന്നും ഞങ്ങൾക്ക് ആർക്കില്ല. പക്ഷെ കിടില്ല. ഇനിയും ചിലപ്പോൾ പോകുന്തോറും സ്പോട്ട് അടിപൊളിയാവും. ഫുൾ മല അല്ലേ? നടന്നു പോലൊരു വഴി ഉണ്ടല്ലേ. കുറച്ച് പോയേക്കാരെ ഇതാവും. ഈ വ്ളോഗ് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്താലോ? അല്ല അഥവാ മിസ്സായാലേ പെരക്കാർ ഇത് കണ്ടിട്ടേലും വന്നോളൂ. അല്ല എന്നാരും ചോദിച്ചില്ല. ഇപ്പം ഞങ്ങള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതാണല്ലോ അപ്പം സോമനായി പോരാണല്ലോ മോനെ. ഇവിടെ നോക്ക്, ഒരു സേഫ്റ്റി ഇതും ഇല്ല, ഒന്നുമില്ല. ചാടൻ ചോർക്ക് ചാടാ. ഇവിടുന്ന് ശരി ഇവിടെ കിടിലം വ്യൂ. ഇവിടുന്ന് നല്ല പോർട്രേറ്റ് എടുക്കാം. ഷാസിലെ ഇവിടുന്നൊക്കെ നല്ല പോർട്രേറ്റ് എടുക്കാറേ. ഏയ് എന്താ കണ്ണടയൊക്കെ എന്താണ്? എങ്ങോട്ട് പോണ്?
നല്ല വ്യൂ ആണ്. പോണ്ട് മരിച്ചാലേ സീനാണോ സീനുണ്ട്. നൈസ് വ്യൂ ആണ്. അതാ ഞാൻ പറഞ്ഞു, ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലം. നീ സേഫ്റ്റി ഇല്ല. ഷാജിന്റെ കുട്ടി സ്നാപ്പ് ചെയ്യാത്രേ. പോയാൽ ചില പുലിയോ എന്തേലൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് മീശപ്പുലിമലയുടെ വേറെ സൈഡാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കോടയും മേഘം ഉണ്ടാകുന്ന സെറ്റ് ആയിട്ടോ. അടിയിൽ മീശയും വെക്കേണ്ടി വരും, അല്ലാതെ ഇവിടെ വരില്ല. എന്തായാലും ആളില്ലാത്തോണ്ട് ഒരു ഉപകാരം ഉണ്ട്. കയറും തോന്നില്ല ഇവിടെ. അതാണ് തിരക്കില്ലാത്തോണ്ട്. അതേ പറഞ്ഞ ഒരു സേഫ്റ്റി ഇല്ലാന്ന്. നല്ല വൃത്തിണ്ട് കാണാൻ ആളില്ലാത്തോണ്ട്. എന്തൊക്കെയാ ചെടിയും മരങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കിട്ടും കളിക്കല്ലോ. അതെന്ത് തന്നെ ഈത്തപ്പഴമരം പോലെ സാധനം. ആ വെള്ളം വരുന്ന നൈസായി. ആ ഒരു സൈഡ് ഒന്നും എന്താണ് ഞാൻ വേണേ ഒന്നുകൂടി മാപ്പിടാ. അടുത്ത സ്പോട്ട് കിട്ടും. വേണ്ട അവിടെ എന്തുണ്ടല്ലോ, ഫാക്ടറി ഉണ്ടോ? ഫാക്ടറി എന്തോ ഉണ്ട്. ഈ റോഡിന് നേരെ താന് ഞാൻ പാട്ടിടണോ? ജാക്കറ്റ് ഇടേ, തണുക്കുണ്ട്. ഇപ്പൊ ഗൈസ് നിങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നീങ്ങട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇതത്ര മറ്റേ മുണ്ടക്കൈ ദുരന്തം നടന്നില്ലേ 2018. അത് ഈ ഭാഗത്താണ്. ഈ പാറയും കല്ലുകളൊക്കെ അങ്ങനെ അവിടുന്ന് ഇതായിട്ട് ആ പാലം കണ്ടില്ലേ. പൊട്ട ഫ്രണ്ട് പൊട്ട. അടിയില് പഴയ പാലം ഉണ്ടാവും. അതിന്റെ അടിയിലോ? അത് പുതിയതാ? പുതിയ പാലം. അതിന് ശേഷം പിന്നെ പഴയ പാലം അപ്പുറത്തെ റൈറ്റ് സൈഡില് കാണാം. പതുക്കെ പോടാം. അടുപ്പിച്ചു പാറകളോ. അവളേട്ടാ പോട്ടെ ഞാൻ തൊട്ടു. അങ്ങനെ എടുക്കണ്ട. നമുക്ക് റൈറ്റ് അല്ലേ നമ്മള് വന്ന വഴിയല്ലേ കാണിക്കണേ. നേരെ കാണിക്കണേ. വന്ന വഴിയാ. എന്നിട്ട് നമ്മളങ്ങനെ കേറിയാലും ഇപ്പൊ റൈറ്റിക്ക് കട്ട് ചെയ്യണം, അല്ല ലെഫ്റ്റിക്ക് കട്ട് ചെയ്യണം. അതാണ് നല്ല വഴി. നടത്ത വഴിന്റെ ഉള്ളിൽ പോട്ടോ. മോള് പോയി കട്ടി. മോളെ പോയിട്ട് കൽവാരി മോണ്ടക്ക് 14 കിലോമീറ്റർ. ചെറുതോണിയാണ്. എന്തോ എന്തേ തിരിക്കണം ഇവിടുന്ന്. ഈ റോഡാ? അല്ല, ബാക്കിൽ ഞാൻ മേലേക്ക് പറഞ്ഞില്ലേ. അണിയാരൻകുടി വാഴത്തോട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ എവിടെ? കൽവാരി മൗണ്ട്. പൊരിഞ്ഞ വെയിലാണ്. മഴ ഉണ്ട് നാട്ടിൽ, പെരും മഴയെന്ന് വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പെരിഞ്ഞ വെയിൽ. ഇവിടെയൊക്കെ ഇന്നലെ മഴ ചെയ്തുകൊണ്ട് നമ്മൾ വന്ന മുതലേ ഇവിടെ വെയില. ആൾക്കാരും കുറവാണ്. കുറച്ച് അറബികളുണ്ട്. എന്തിൻ്റെ കേടാണ്? അറബികളൊന്നല്ല കേട്ടോ. ഞങ്ങോട്ട് പോകണ്ടേ? ഇപ്പൊ നമ്മളിപ്പോ ഉള്ള ഒരാളും കൂടി ഇല്ലേ?
എന്നാ കൊറേ മുന്നേ എന്നാ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് കഴിയട്ടെ, അതുപോലെ വ്യൂവും കാണുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടെ ഇടുക്കി ഡാം ബോട്ടിങ്, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. കുറച്ച് വാഗമൺക്ക് ഇവിടുന്ന് 55 കിലോമീറ്റർ അടക്കുക. എൻ്റെ വഴി ഇനി നടക്കും. അതായിരുന്നു പോടാ പന്നി. കൊടിത്തിമല മധ്യയിൽ അടിപൊളി ഇടക്കൊക്കെ ഓരോ നല്ല വ്യൂ കാണാം. കണ്ണും പേരട്ടെ ഓടിപ്പോയി നോക്കി അവിടെ അതിനെ ഉണ്ട് നോക്കുന്നത്. നൈസ് നൈസ് നൈസ്. അത് പൊളിച്ചു. എടാ ഓലോടെ ഇതിൻ്റെ കണ്ണട എടുത്ത് വരാൻ പറയാം. നൈസ് വൈബ്, നൈസ് ക്ലൈമറ്റ്, നല്ല തണുപ്പ്. ഇവിടെ എത്തിയപ്പോൾ ഈ വൈബ് വന്നു, ഒരു വൈബ് കിട്ടി. എൻ്റെ നീല ബാഗിൽ ബ്ലാക്ക് കണ്ണട ഉണ്ട്, എടുത്ത് വരാൻ പറയാം. വരുവാണല്ലേ, നിങ്ങൾക്ക് എത്ര അടിപൊളിയായിട്ട് കാണുന്നില്ല. നീല ബാഗിലിട്ട് ബ്ലാക്ക് രണ്ടെണ്ണം ഉണ്ടായില്ല. ബ്ലാക്ക് കണ്ണട പിന്നെ കണ്ണിൻ പേരുണ്ട് കേട്ടോ. രണ്ടാളും വന്നിട്ടില്ല. അതാണ് കുരിശുമല. കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇതിൻ്റെ വ്യൂ പോയിന്റിലാണ്. മസ്റ്റായിട്ട് എല്ലാരും ഇങ്ങോട്ട് വരണം. ക്ലൈമറ്റ് നോക്കണ്ടു. നിങ്ങൾ ഫോണിൽ കൂടെ കാണുന്ന മാതിരി അല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ അല്ലടാ പന്നി കണ്ണട രണ്ടും പറഞ്ഞു. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? സെറ്റപ്പ് വ്യൂ ആണ്. അവിടെ എന്താ വ്ളോഗ് കിടക്കണ്ടു അടുപോലെ അങ്ങനെ അറിയാം. കുറച്ച് അടിക്ക് ഇറങ്ങാം. അതന്നെ ഫാരിസ് മറ്റേ മഞ്ഞുമല്ല് പറയണ പോലെ ഇതൊന്നല്ല ഗുണാക്കേവ് അങ്ങനെ താഴെയാണ് പറഞ്ഞിട്ട് മറ്റോ കൊണ്ടുപോകില്ലേ, അങ്ങനെ താഴേക്ക് പോകും. ശരിക്കും ആ ചങ്ങായി കാരണം മറ്റോ വീണത്. നല്ല തണുപ്പ് ക്ലൈമറ്റാണ് അവിടെ. എന്തോ ഒരു കഴിക്കേടാ, നമുക്ക് വേറെ എവിടെയും പോവാം. എങ്ങനെ ജയ് ടീ ടൈൽസിന് ചായ ഉണ്ട് ഇവിടെ. അത് നടക്കണേ 5 കിലോമീറ്റർ നടക്കണേ. പോവാലോ. കിടിലൻ കിടിലൻ. അയ്യോ അയ്യോ അയ്യോ. ഓ എല്ലാ പുല്ലിങ്ങനെ പറയാ. എന്താ സ്വാമിനാൾക്ക് തോന്നുന്നു?
എന്റെ അഭിപ്രായങ്ങൾക്ക് വളരെ വെളിപ്പെട്ടാണ്. ഷാമില് പറയണ അവിടെ ആദിവാസികൾ ഉണ്ടാവുന്നതാണ്. എവിടെ ആ തുരുത്തിലൊക്കെ ആദിവാസികൾ ഉണ്ടാവുന്ന ഷാമില് പറയുന്നത്. അതിനാ പറയണ അവിടുന്ന് നരിവേട്ട സിനിമ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത്. എവിടെ 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 അപ്പുറത്ത് തുരുത്തില്ല. കാട്ടുന്ന തന്നെയല്ലേ ഇതിനപ്പുറത്തെ കാട് ചാവക്കാട്. ആ വാണിംഗ് ബോർഡ് ഉണ്ട് ഇങ്ങോട്ട് പോരെ. ഡോണ്ട് ഗോ എനി വെർ സ്റ്റേ ഹിയർ ഓക്കെ. എടാ നമ്മള് മലയാളം പറയണതിൽ കൂടുതൽ അവിടെ പറയണേ. ആ അങ്ങോട്ട് ചാടിയത് ഓളത്തില്ലേ ബൂബൊക്കെ ഉണ്ട് ഓളെ ട്രൗസറിന്. There's some people. ഞാൻ കൂടെ നിന്ന് അല്ല അത് റൂമത്തൊരു കാക്കാന്ന ആളെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയില് കൊറിയർ ഇട്ടു രണ്ടെണ്ണം 4 എണ്ണം. ആ ഇതര ചെറിയ RC കാറില്ലേ ചെറിയ ചാറ്റൽമായ കൂടെ അടിപൊളി. പാറക്കണ വഴുക്കിയിട്ട് ചെറിയക്കണ കുത്തി വീണ്. അല്ലടാ ഇതൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ സിമെന്റ് ഇട്ട പോലെ. അല്ലടാ അത് ബയോളജിയിലെ പഠിക്കുന്നില്ല പറഞ്ഞെടുത്താ മിസ്റ്റർ എന്ത് ചൂടാൻ. നെല്ലിക്കമരാട്ടത് അരിനെല്ലിക്കല് മറ്റു നെല്ലിക്ക കാട്ടുനെല്ല. ഫുഡ് കഴിക്കാൻ കഴിക്കണം. ആസ് യൂഷ്വൽ അൽഫാം മന്തി. പ്ലേറ്റ് തന്നിട്ടില്ല നമുക്ക്. കോമഡി പ്ലേറ്റ് ഒന്നും ഇല്ല. അറബി നമ്മളിങ്ങനെ ഞങ്ങളവിടെ എങ്ങനെയുണ്ട് പ്ലേറ്റ് വന്ന് ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് വന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ആ പ്ലേറ്റ് വന്ന് വലിയ കാലടാ. പേപ്പർ കൂടി എടുത്തില്ല ഇതൊക്കെ എടുത്ത് കള ചങ്ങായി പോലെ. ഫാരിസിന്റെ സ്നേഹം കണ്ടങ്ങള് ആണ് ഫാരിസ്. ശരി ബൈ ഗായ്സ്. ഫുഡ് കഴിച്ചു. ഫുഡ് അപ്പൊ ഫുഡേന്ന് പറയാം വലിയ രസമൊന്നുമില്ലല്ലോ. എന്താ ഫുഡിനായപ്പോ നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി അതിന്. നല്ല ഇനി കൊടുക്കാം രാമക്കൽ മേടില്ല. ഓക്കെ ഗൈസ് രാമക്കൽ മേട് എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ് നമ്മൾ രാമക്കൽമേടെത്തി. അമ്മാരി വ്യൂ അറിയോ സീന്. ചെറിയ ബ്ലോക്ക് ഉണ്ട് 2 വണ്ടി എന്നാണ്. എന്താ രസം നോക്കി. ഇത് കാണല്ല പക്ഷെ അടിപൊളിയാണ്. ഈ വണ്ടിയാണുള്ളത്. കേറി വരുമ്പോഴുള്ള ഒരു വ്യൂ സൂപ്പറാണ്. വിൻഡ് മില്ല് എമ്മാതിരി വലുപ്പറിയത്. ഈ
വീഡിയോയിൽ എത്രത്തോളം നമുക്ക് കാണിച്ചു തരാൻ കഴിയുന്ന നമുക്കറിയില്ല. റോഡില്ലേ റൈറ്റ് ഇടത്തേക്ക് അങ്ങനെ രാമക്കൽ മേടെത്തി. വ്യൂ നൈസ്, അടിപൊളി വ്യൂ. മഴയൊന്നുമില്ല. പൊളി വൈബ്. കാറ്റാടി വാങ്ങാനുള്ള പ്ലാനാണ് ഇവിടെ. ഭയങ്കര അടുത്താണ്, ഇത് കണ്ടാൽ മനസ്സിലാവും അറിയില്ല. ഓക്കെ, ഹലോ ഗായ്സ്. പിന്നെ ക്ലൈമറ്റൊക്കെ മാറി. ഇപ്പം ഞങ്ങൾ വാഗമണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ ഉണ്ടാവുകയെന്ന് അറിയില്ല. അപ്പോൾ നല്ല മഴയാണ് ഇന്നിവിടെ. റോട്ടിലെ ആൾക്കാരുമില്ല, വണ്ടിയൊന്നുമില്ല. ബസ്സുകളൊക്കെ സൈഡാക്കിയിട്ടുണ്ടോ? ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. സൈഡാക്കിയിട്ടാണ് ഇവിടെ ഇടുക്കിയിൽ കൊടുക്കുമോ എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ അതിസാഹസികമായ ഡ്രൈവിംഗ്, യാത്രക്കാരെല്ലാം വളരെ കംഫർട്ടാണ്. വണ്ടിയിൽ കയറിയ മുതൽ ഉറങ്ങുകയാണ്. 4 മണി മുതൽ 5 മണി വരെ ഉറങ്ങിയെന്ന്. ശ്യാമിൽ പണിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10-20 കിലോമീറ്റർ ഇഞ്ഞുണ്ട് വാഗമണ് എത്തിയിട്ട് വേണം തീരുമാനിക്കാൻ. സ്റ്റേ ചെയ്യണോ വേണ്ടയോ, തിരിക്കണോ, എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ we will continue soon. ഓക്കെ, വാഗമണ് എത്തിയിട്ട് നമുക്ക് അവസ്ഥ ബാക്കി നോക്കാം. ഓക്കെ, ബൈ. ഇടുക്കിയിൽ മൊത്തം ഏകദേശം നമ്മൾ കവർ ചെയ്തു. 1-2 സമയപരിമിതികൾ മൂലം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വാഗമണ് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ വാഗമണ് എത്തിയിട്ട് ബാക്കി വ്ളോഗ് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കി എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യാം. എല്ലാരും ഇതുവഴി വരാൻ ശ്രമിക്കുക. സൂപ്പർ സ്ഥലമാണ്. നല്ല ക്ലൈമറ്റിൽ നോക്കി വരിക. സമയത്ത് വരാതിരിക്കുക. വർക്കിംഗ് ഡേ വരിക, മെയിനായിട്ട് സൺഡേ ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഒരു അതേമാതിരി ബ്ലോക്ക് ഒന്നും ഇല്ല. നാളെ വേറെ വ്ളോഗ് ഇടാം, വാഗമണിലെ വ്ളോഗ്.